ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയായിരുന്നു. അപ്പോഴാ അറിഞ്ഞ ഡിസ്ചാർജ് ആയിന്ന്. അപ്പൊ ഇവിടെ വെയിറ്റ് ചെയ്യണമായിരുന്നു. അപ്പൊ എന്താ കാര്യം? നമുക്ക് ഇരുന്ന് സംസാരിക്കാം. അമ്മച്ചീനകത്തോട്ടാക്കി. Don't touch me. ഒന്ന് വയറിളകിന്ന് വെച്ച് ക്ഷീണിച്ചു പോകുന്ന തടിയൊന്നും അല്ലടാ ഇത്. ദാ അയ്യോ നല്ല ശ്രുതി താളം അടിപൊളിയാ അമ്മച്ചി. ഓടാ അവിടെ. അമ്മച്ചി നല്ല മാസാണല്ലോ. അത് ചോദിക്കാൻ വന്നാണ്. അല്ല, ഞങ്ങളെ ഈ തെരേസയെ ഒന്ന് കാണാൻ. ഞാൻ എന്താ കാര്യം? ആ, ഞാൻ രാജേഷ്, ചാന്ദ് ഫുഡ് പ്രൊഡക്ട്സിന്റെ MD ആണ്. ഓ, അത് നിങ്ങളുടെ ആയിരുന്നല്ലേ? ആ. കംപ്ലൈന്റ് പിൻവലിക്കണമെന്ന് പറയാൻ വന്നാണ്. നടക്കൂല. പെങ്ങളെ, അതെ, നിങ്ങൾ കംപ്ലൈന്റ് പറഞ്ഞ ഉണ്ണിയപ്പൻ ടെസ്റ്റ് ചെയ്തതിന് റിസൾട്ട് വന്നു. അതിന് യാതൊരു കുഴപ്പമില്ല. അപ്പൊ ഞങ്ങള് നുണ പറയാണെന്നാണോ പറയണേ? അല്ല, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചു. നിങ്ങൾ വല്ലതും പുറത്തുനിന്ന് കഴിച്ചിട്ട് വയറിളകി കഴിക്കില്ലേ? അതെ, ഞങ്ങൾ ഇന്നലെ ആകെ പുറത്തുനിന്ന് കഴിച്ചത് നിങ്ങളുടെ ഉണ്ണിയപ്പം മാത്രമാണ്. പിന്നെ കഴിച്ചത് നിങ്ങളുടെ വീട്ടിലുണ്ടാക്കിയ ഭക്ഷണമാണ്. അത് കഴിച്ചിട്ടൊന്നും ആർക്കും ഇതുവരെ വയറിളക്കം ഉണ്ടായിട്ടില്ല. ഓ, അമ്മച്ചി, അച്ഛനായിട്ട് തുടങ്ങിയ ഓർമ്മയാണ്. ഇന്നേ വരെ ഞങ്ങളുടെ പലഹാരം കഴിച്ചിട്ട് ഒരു കംപ്ലൈന്റ് പോലും വന്നിട്ടില്ല. ഇതിപ്പോ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പരാതി. ഇതേ തട്ടിപ്പ് ടീമിന്റെ സ്ഥിരം നമ്പറാണ്. അത് ഇവിടെ ഓടൂല. വേഗം സ്ഥലം വിടാൻ നോക്ക്. പെങ്ങളെ, തട്ടിപ്പല്ല, ജീവിക്കാൻ വേണ്ടിയാണ്. പറ്റുവാണെങ്കിൽ ആ പരാതി ഒന്ന് പിൻവലിക്കുവാണെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. നടക്കൂലെന്ന് പറഞ്ഞില്ലേ? ഞാൻ ഒന്ന് പോയി ചോദിച്ചാലോ? മോളെ ഒന്ന് തന്നെ ഞങ്ങള് മാപ്പ് പറഞ്ഞാലാ? എന്തിന്? മോക്കും കുടുംബത്തിനുണ്ടായ തൂറ്റലിന്. ആര് ചോദിച്ചിട്ട് കാര്യമില്ല. അവര് മൊത്തത്തിൽ തൂറി കിഴിവായിരിക്കുന്നത്. കുഞ്ഞോട്ടോ, എന്റെ ചായ കുടിക്കാനാണ്. എടാ, നിന്റെ അപ്പം ഭയങ്കര സീരിയസ് മനായിരുന്നല്ലോടാ. പിന്നെ നിനക്ക് ഇവിടെ നിട്ടടേ ഈ വലിച്ച തമാശ. അപ്പന് പറഞ്ഞോണ്ടല്ല ഒഞ്ഞി പോടാപ്പ. നല്ല കാര്യം ഉണ്ടായിരുന്ന. അല്ല, അതുകൊണ്ടിപ്പം സീരിയസ് ഇനിയിപ്പോ കോമഡി ആയില്ലേ? സീരിയസ് ആയിട്ട് ഇപ്പൊ വലിയ ഗുണമൊന്നുമില്ലല്ലോ. എന്നാ ചായ കുഞ്ഞോട്ടോ. അതെ, ഉണ്ണിയപ്പം ഇരിക്കണ്ടെങ്കിൽ താ, ഒന്ന് വയറിളക്കാനാ. ഞാൻ എവിടെ ചോദിച്ചാ മതി, സാധനം കിട്ടും. ഉണ്ടാ എടാ, ഉണ്ടെങ്കിൽ താടാ. എടാ, കാശരടാ. എന്തടാ ഒന്ന് അടങ്ങിയിരുന്നോ? കൈനാറും വേണ്ട. ചേട്ടാ, ഫ്രൂട്ട്സ് എടുക്കട്ടെ? ബാഗ് എടുത്തോ. വന്നിട്ട് കാണിച്ചാലാ ആരാന്നുള്ള കാര്യം നിനക്കൊന്നും അറിയാമല്ല. എടാ, നീ ഒരു നിഷ്കുവായി പോകണം. ഞാൻ വിചാരിച്ച ചായ അവൻ്റെ മുഖത്തേക്ക് വിളിച്ചു 2 തൊഴി അവൻ്റെ നാവിക്കിട്ട് കൊടുക്കുന്നു. നീ എന്താ കാണിച്ചേ? എന്നിട്ട് വേണം അവൻ എന്നെ വാരിയെടുത്ത് തലക്കണ കണ്ടിട്ട് നിങ്ങൾക്ക് ചിരിക്കാൻ. ആ പൂതി അങ്ങ് മനസ്സിൽ വെച്ചാൽ മതി. ഇത് ബോർഡടിക്കുന്നു. അതെടി. ഹലോ, ആ വരാം. ഓ, എന്താടാ അടുത്ത ട്രോഫി. എന്നാ ഈ ചായ ക്ലാസ് പിന്നെ കൊടുക്കാൻ പാ. അത് അങ്ങോട്ടല്ല ഇങ്ങോട്ടല്ല കൊണ്ട്. ജപ്തിയായപ്പോ സമാധാനമല്ലോ. ജപ്തിയോ? ആ, ജപ്തിയായിട്ടുണ്ട് സാറേ. ഇപ്പൊ ഇവനൊരു ജപ്തി താങ്ങാനുള്ള ശേഷിയില്ല സാറേ. അതൊക്കെ നേരത്തെ ആലോചിക്കണമായിരുന്നു സാറേ. ഇപ്പൊ എത്ര രൂപ കൂടെ അടച്ചു കഴിഞ്ഞാൽ ഈ ജപ്തി ഇവിടെ നിന്ന് ഒഴിവായി തരാൻ പറ്റും? 12 ലക്ഷം അടയ്ക്കണം. എന്താണ് ഇത്ര ചിരിക്കാൻ? അല്ല സാറേ, ഇവരിവിടെ എടുത്തിട്ടുള്ള ആകെ 8 ലക്ഷം രൂപയാണ്. ആ, പിന്നെ നിങ്ങളിപ്പോൾ പലിശയൊക്കെ ആയിട്ട് ഇപ്പം 12 ലക്ഷം ആക്കിയേക്കണേയാണല്ലോ. അതെ. പേര് സഹകരണം വാങ്ങുന്നു. മുട്ടൻ കോമഡി കണ്ടിട്ട് ചിരിച്ചത് സാറേ. സാറേ, പഴയ പോലെ ഒന്നുമല്ല സാർ. കച്ചവടമൊക്കെ ഭയങ്കര മോശമാണ്. കുറച്ച് സാവകാശം കൂടെ തരുവാണെങ്കിൽ. സാവകാശം ഇനി നടക്കൂല രാജേഷേ. ആ സീനൊക്കെ കഴിഞ്ഞു സാറേ, പ്ലീസ്. നടക്കൂല രാജേഷേ. അതെ സാറേ. ഇപ്പം എത്ര രൂപ അടയ്ക്കണം? എത്ര അടയ്ക്കും? അല്ല, എത്ര അടയ്ക്കണം ഇതൊന്ന് ഒഴിവാനായിട്ട്? 4 ലക്ഷം. ഒരു 4 ലക്ഷം അടച്ചാൽ ഞാൻ ജപ്തി ഒഴിവാക്കി തരാം. 4 ലക്ഷമോ? ആ, അതല്ലാണ്ട് ഞാൻ നോക്കിയിട്ട് വേറെ വഴിയൊന്നുള്ളൂ. ഒരാഴ്ച സമയമുണ്ടല്ലോ. എവിടെ നിന്നെങ്കിലും കാശ് അറേഞ്ച് ചെയ്യാനുള്ള പരിപാടി നോക്ക്. അപ്പം ശരി, കാണാം.
താങ്ക് യു സർ. ശരി ആ വാ കയറി വാ. ആ ഞാൻ കുറച്ച് മുന്നേ കൂടെ വല്യമ്മച്ചോട് ചോദിച്ചേ ഉള്ളൂ, നിങ്ങളെ കണ്ടില്ലല്ലോന്ന്. ഇതെവിടെ പോയ ചേച്ചിയുടെ വീട്ടിൽ പോയാ? എന്റെ കൊച്ചേ വയറ്റിളക്കം പിടിച്ച ആശുപത്രിയിലായിരുന്നു. ഓ അല്ല നിങ്ങൾ ഉണ്ണിയപ്പം കഴിച്ചായിരുന്നോ? ഉണ്ണിയപ്പോ ഇന്നലെ നമ്മുടെ സുരേഷിന്റെ ഇത് മേടിച്ച് അയില കഴിച്ചിട്ടാണ്. അത് അമ്മൂണി ഇട്ടതായിരുന്നു, അങ്ങനെ പറ്റിയതാ. അല്ല നിങ്ങൾ ഇന്നലെ അവന്റെ ഇത് മീൻ മേടിച്ചതല്ലേ? ആ മേടിച്ചല്ലോ. എന്നിട്ട് ഇളകിയില്ലേ? ഓ എറിഞ്ഞു തോറ്റി. അമ്മച്ചി ഞങ്ങള് കാലത്തൊട്ട് കക്കൂസിന്റെ വാതൊക്കെ കസരിട്ട് ഒറ്റയിരിപ്പായിരുന്നു. ഒരു കണക്കിനാണ് എനിക്ക് ആശുപത്രി പോയത്. സെയിം ടു. ആ അതെ, ഇനി തൊട്ട് സുരേഷിന്റെ ഇത് മീൻ മേടിക്കണ്ടാട്ടാ. അത് പറയാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇന്ന് പോട്ടെ, പറ്റുന്നില്ല, വയറങ്ങോട്ട് ശരിയായിട്ടില്ല. അയ്യോ അപ്പോ ഉണ്ണിയപ്പം കഷ്ടമായി പോയി. കൊച്ചച്ഛൻ ഇതെവിടാണ്? രണ്ടാഴ്ചയായിട്ട് വരുന്നില്ല. ഷാങ്ഹായ് വരെ ഒന്ന് കറങ്ങാൻ പോയിരുന്നു. ആണാ? ഷിങ് പിയോങ് എന്ന ചൈനീസ് കുക്ക് മാസ്റ്ററുടെ കൂടെ. ഈ പറഞ്ഞ ആണാണോ പെണ്ണാണാ? കൊച്ചു കള്ളാ. ജസ്റ്റ് ഫോർ എ ചിൽ മാൻ. ഓ ഓ കൊള്ളാം. എന്താടാ നിന്റെ കാര്യങ്ങളൊക്കെ? എന്ത് പറയാ, ട്രോഫികളുടെ താലപ്പൊലിയെന്ന് അറിയാലോ. അതിനിടയിൽ ഒരു മെഗാ ബമ്പർ ട്രോഫി വന്ന് വിട്ടിട്ടുണ്ട്. എന്താടാ? ആ രാജിയുടെ കല്യാണത്തിന് ഞാൻ ലോൺ എടുത്തില്ലായിരുന്നോ, അതിപ്പോ ജപ്തി ആയിട്ടുണ്ട്. ഒരാഴ്ചക്കുള്ളിൽ 4 ലക്ഷം രൂപ അടച്ചില്ലെങ്കിൽ ഈ വീടും പൂട്ടി സീല് വയ്ക്കുന്ന അവര് പറയണേ. എടാ എന്നിട്ട് നീ കാശ് റെഡിയാക്കിയാ? എവിടെ നോക്കണുണ്ട്. ആ ഒരു സെക്കൻഡ്. ആരാത്? ദിനേശ് ഏട്ടൻ, ബ്രോക്കർ. എവിടെ? ഇവിടെ ദാസേട്ടൻ. ഓ ചൈന. ആ ദിനേശാ. ദാസേട്ടാ, എന്തുണ്ട് ചൈനയിൽ വിശേഷങ്ങൾ? അടിപൊളി. ആഹാ, എന്തായി നിന്റെ കല്യാണ കാര്യങ്ങളൊക്കെ? ഒരു രക്ഷയില്ലേട്ടാ, കുറവാണ്. ഇപ്പോഴത്തെ പിള്ളേരല്ലേ ഒളിച്ചോട്ടോടെ ഫാഷൻ. പിന്നെ കെട്ടാതെ നിൽക്കണ കുറെ ഉണ്ട് ഇവിടെ. അതിനൊക്കെ ഓരോരുത്തരും കൊന്നിട്ട് ജയിലിലും പോവും. ഒരു വല്ലാത്ത അവസ്ഥ. നിങ്ങളെപ്പോലെ വല്ല രാജ്യത്ത് ചുറ്റിക്കറങ്ങി നടന്നാ മതിയായിരുന്നു. ഒന്നും അറിയണ്ടല്ല, ഒറ്റത്തടി പരമസുഖം. എടാ നമ്മുടെ രാജേഷിന്റെ കാര്യം വല്ലതും നടക്കുവാ? ഒരുപാട് നോക്കണുണ്ട് ചേട്ടാ, ഒന്നും കൂടെ നോക്കണില്ല. പെട്ടെന്ന് കണ്ടുപിടിക്കേ, അല്ലെങ്കിൽ ചെറുക്കൻ ചിലപ്പോ റബറങ്ങാ പോലെ നിന്ന് പൊട്ടും. തന്നെ. അതെ മതി മതി വെച്ചോ. റേഞ്ച് പൊളിഞ്ഞ് കട്ട് ചെയ്ത് ഞാൻ പിന്നെ വിളിക്കാട്ടാ. ആ ശരി ശരി, ഗുഡ് നൈറ്റ്. മതി വിളിച്ചത്, പറഞ്ഞ കാര്യം പറഞ്ഞു. പെൺകുട്ടിയുടെ തലക്കുറി, തലക്കറിയാ? പെണ്ണിന്റെ ഫോട്ടോ ഞാൻ വാട്സാപ്പിൽ ഇട്ടേക്കാം. പോട്ടെ. അനുപമ അനിഴം. അതെ. എൻ്റെ പൊന്നു ഷിബു ജോത്സനെ ജപ്തി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ചേരില്ല എന്ന് മാത്രം പറയരുത്. ജപ്തി ഒഴിവാക്കാനായിട്ട് കല്യാണോ? അല്ല, 5 ലക്ഷം സ്ത്രീധനം കിട്ടും, അതാ കവി ഉദ്ദേശിച്ചേ. അതാണല്ലേ സംഗതി. പെൺകുട്ടിക്ക് ചൊവ്വാദോഷം തന്നെയാ. പക്ഷെ ലഗ്നത്തിൽ 7-8 ഭാവത്തിലാണ്. തന്റെ ചൊവ്വയായിട്ട് ചേരില്ല എന്ന് മാത്രമല്ല, കെട്ടിയാ തന്റെ തലയും തെറിക്കും. വേറെ നോക്കുന്നതായിരിക്കും ഉത്തമം. ആ ഫോട്ടോ ഉണ്ടോ? പെണ്ണിന്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കുക. എങ്ങനെയുണ്ട്? ശരി, ഒന്ന് നോക്കിയേ. ഈ ഫോട്ടോ ജ്യോത്സ്യത്തിനാണോ? ഏയ് വെറുതെ ഒന്ന് നോക്കാനാ, നല്ല രസമാണ്, കണ്ടോണ്ടിരിക്കാലോ. ദക്ഷിണ ദക്ഷിണേ പറ്റില്ലായിരിക്കും. പോളോർന്നു എടുത്ത് വന്നപ്പോ ഞാൻ പറഞ്ഞു അയാൾക്കൊന്നും അറിയാൻ പാടുന്നത്. വെറുതെ എപ്പ പറഞ്ഞു സമയം കൊണ്ട് നീ വന്നേ. വേറെ വണ്ടി എടുക്കല്ലേ ഒരു മിനിറ്റ്. കൊച്ചച്ഛനാ? ആ കൊച്ചാ, അക്കൗണ്ടിലേക്ക് 4 ലക്ഷം രൂപ ഇട്ടിട്ടുണ്ടേ. ആണാ? വേണ്ടായിരുന്നു, ഞാൻ അല്ലെങ്കിലേ കൊച്ചച്ഛന് കുറെ പൈസ തരാനുണ്ടല്ലോ. നീ ഇപ്പൊ തന്നെ കാശ് എന്റെ അക്കൗണ്ടിൽ തിരിച്ചയച്ചേ. അത് കൊച്ചച്ഛന് സങ്കടാവൂലേ? അല്ല സന്തോഷമുള്ളൂ. എനിക്ക് സന്തോഷമില്ല. നീ കൂടുതൽ വേഷം കെട്ടാണ്ട് ആ കാശ് എടുത്ത് വേഗം പോയി ബാഗ് അടക്കി നോക്കാം. ഓക്കെ അപ്പൊ ശരി, ഓക്കെ. കിട്ടിയതോ? പെട്ടെന്ന് ബാങ്കിലേക്ക് വിട്ടോ.